അച്ഛാ, കോഫി കൊണ്ടുവരട്ടെ? കൊണ്ടുപോവാ മോളെ. ആ വന്നട്ടെ വന്നട്ടെ. സുഖാണല്ലോ അല്ലേ? സുഖമായിരിക്കുന്നില്ലയാ. അപ്പൂപ്പ, അപ്പൂപ്പ. സുഖമാണോ മോനെ? സുഖായിട്ടിരിക്കുന്ന അപ്പൂപ്പ. അപ്പൂപ്പന് സുഖാണോ? സുഖമായിരിക്കുന്നു ഉണ്ണി. അമ്മമ്മയ്ക്ക് സുഖാണോ? സന്തോഷത്തോടെ ഇരിക്കുന്നു. അമ്മേ, അപ്പൂപ്പൻ വന്നു, വേഗം ഇങ്ങ് വാ. അച്ഛാ, സുഖമായിരിക്കുന്നു മോളെ. സുഖായിരിക്കുന്നു അച്ഛാ. അച്ഛന് സുഖാണോ? അമ്മ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. വസു, നിന്റെ അച്ഛനും കൂടി ഒരു കോഫി കൊണ്ടുപോ മോളെ. ശരി. ഇരിക്കും അങ്കിൾ. സുഖമായിരിക്കുന്നു ചേച്ചി. ഇരുന്നോളൂ ഇരുന്നോളൂ. ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു ചേട്ടാ. ചേട്ടൻ കുറെ നാളായല്ലോ വന്നിട്ട്. വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടു വരികയാണോ അബി? ഇല്ല ഇളയമ്മേ, ഞങ്ങൾ ഓഫീസിൽ നിന്നാ വരുന്നത്. ആ, ഓഫീസിൽ നിന്നാണോ വരുന്നേ? അതെ അതെ, മരുമോന്റെ ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്തു. അഭിയുടെ ഓഫീസിലാണോ ജോയിൻ ചെയ്തിരിക്കുന്ന അളിയ? അതെന്തായാലും നന്നായി. മറ്റൊരു ഓഫീസിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ അഭിമോനാ വേണ്ടെന്ന് അവന്റെ ഓഫീസിൽ തന്നെ എനിക്കൊരു ജോലി തന്നത്. അമ്മേ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അപ്പൂപ്പനും അപ്പച്ചനും പെട്ടെന്ന് കോഫി കൊണ്ട് കൊടുക്ക്. കുറച്ച് വെള്ളം കൊണ്ടുത്താ മോളെ. ഞാൻ കൊണ്ടുവന്നേരാം അപ്പൂപ്പ. അപ്പൂപ്പ, വെള്ളം. എന്നുവെച്ചാ വസുവിന്റെ അമ്മയുടെ അച്ഛന്റെ കാര്യങ്ങള് ഏറ്റെടുക്കാൻ തീരുമാനിച്ചോ അബി? അവർക്ക് വേറെ ആരിയ്ക്കുന്നു സുമംഗലെ? മരുമകനായിട്ടും മകനായിട്ടും അഭി മാത്രമല്ലേ ഉള്ളൂ. അതല്ല അച്ഛാ, ആന്റിയുടെ അങ്കിളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് നല്ല കാര്യമോ അഭി? അളിയ, ഇനി മുതൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ തന്നെ അളിയാ. രാവിലെ മരുമോന്റെ വാക്കുകൾ കേട്ടപ്പോ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. വളരെ സന്തോഷമുണ്ട് എനിക്ക്. അഭിമോനെ, ആർക്കോ എന്തോ ഫയൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഫയൽ തന്നിരുന്നെങ്കിൽ ഞാൻ പോയി കൊടുത്തിട്ട് വരാം. വേണ്ട അങ്കിൾ, അത് നാളെ കൊടുത്താൽ മതി. ഇന്ന് അങ്കിൾ റെസ്റ്റ് എടുത്തോളൂ. അത് സാരമില്ല മോനെ. നിന്റെ അമ്മായി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുക. അപ്പോ ഇന്ന് ഇവിടെ താമസിക്കാമല്ലോ. അത് വേണോ അളിയാ? ഞാൻ വീട്ടിലേക്ക് പോവുക. ഇന്ന് രാത്രി ഇവിടെ തങ്ങാവുന്നേ. നമ്മളൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിരുന്നാ? ആയിക്കോട്ടെ അളിയാ. മോനെ, ആ ഫയൽ ഇതാ, ഞാൻ കൊടുത്തിട്ട് വരാം. വസുന്ധര, റൂമിൽ ഈവൻ ഫയൽ ഇരിപ്പുണ്ട്. അത് എടുത്തോണ്ടൊന്ന് അങ്കിളുടെ കൊടുക്ക. ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് വളരെ സന്തോഷമുണ്ടല്ലേ? എല്ലാം അഭിമോന്റെ കാരുണ്യമാ.
ഇതെന്റെ ഭാഗ്യം ആളിയാ. നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാ ചേട്ടാ. നിങ്ങൾ എന്തു പറഞ്ഞാലും അതുപോലെ കേൾക്കുന്ന മരുമോനെ കിട്ടിയിരിക്കുന്നെ. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് സന്തോഷായിട്ടിരിക്കാം. ആ നിങ്ങൾക്ക് പിറക്കാതെ പോയ വസുവാ നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളുടെ വിഷമെല്ലാം അവള് മാറ്റും. ഇതേട്ടാ. താങ്ക്സ് വസുന്ധര. അങ്കിൾ, ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതെല്ലാം ക്ലയന്റിനോട് നോക്കാൻ പറ. ശരി മോനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരാം. എനിക്കും പുറത്ത് കുറച്ച് പണിയുണ്ട്. അപ്പൂപ്പ രാത്രി ഇങ്ങ് വരുമല്ലോ അല്ലേ? വരൂണ്ണേ. ഇവിടെ വരാതെ എങ്ങോട്ട് പോവാനാ? വന്നാട്ടെ. വസുന്ധര, എനിക്ക് ചെറിയൊരു തലവേദന എടുക്കുന്നു. നല്ലൊരു സ്ട്രോങ് കോഫി ഇട്ട് തരാമോ? കണ്ടല്ലോ എടുത്തി, ഞാൻ പറഞ്ഞില്ലേ അവള് പറയാതിരിക്കില്ലെന്ന്. ഉറപ്പായിട്ട് അവളുടെ അച്ഛന് ജോലി വാങ്ങിക്കൊടുക്കുന്നു. ഏട്ടത്തിയാണെങ്കി പാവം, കരുണ കാട്ടണം എന്നൊക്കെ പറഞ്ഞ അവളെ വെറുതെ വിട്ടില്ലേ. എന്നിട്ടിപ്പ എന്തായി? അച്ഛന് ജോലി കൊടുക്കുന്ന കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല ഇളയമ്മേ. അച്ഛൻ ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നീ അറിയാതെയാണോ ഇതൊക്കെ നടന്നേ എന്നൊക്കെ ഞങ്ങളെ വിശ്വസിക്കണം. നീ എന്താ ഞങ്ങളുടെ തലയിൽ കളിമണ്ണാണെന്ന് വിചാരിച്ചോ? ഉണ്ണി കൊണ്ട് സത്യം ചെയ്ത് പറയാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്ക്. വിശ്വസിച്ചിരുന്നു, പക്ഷെ നീ വിശ്വാസവഞ്ചനം കാണിച്ചു. എന്നെ അനുസരിക്കുന്നതായി നടിച്ച് നീ എന്നെ വഞ്ചിച്ചു. അങ്ങനെ അല്ല അമ്മേ. ഏട്ടനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എനിക്കൊന്നും അറിയില്ല. ദത്തെടുക്കുന്നതിൽ നീ ഇങ്ങനെ തന്നെയാ ചെയ്തത്. തന്ന വാക്ക് തെറ്റിച്ചു. ഇപ്പൊ വീണ്ടും നീ അത് തന്നെ ചെയ്യുന്നേ. നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവള് എന്ത് ചെയ്താൽ അത് നടക്കുന്നുള്ള അഹങ്കാരം എടുത്തി. ഏട്ടത്തി സാമ്പാറിലെ കറിവേപ്പിലയാണെന്ന് പറയാതെ അവള് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ഇളയമ്മേ. പിന്നെ എന്തുദ്ദേശത്തിലാ നിന്റെ അച്ഛന് ജോലി വാങ്ങിക്കൊടുത്തേ? ദൈവത്തിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയണമ്മേ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ചെയ്ത തെറ്റൊന്നും പോരാഞ്ഞ് ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യുകയാണോ നീ? ഓഫീസിൽ നിന്റെ അച്ഛന് ജോലി കൊടുക്കണ്ട, അത് അഭിക്ക് അപമാനമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ അത് കേട്ടോ? എന്റെ വാക്കിന് നിനക്ക് യാതൊരു വിലയും മതിപ്പും ഇല്ല അല്ലേ? അയ്യോ അമ്മേ, അച്ഛന്റെ ജോലിയെക്കുറിച്ച് ഏട്ടനോട് ചോദിക്കണമെന്ന് വിചാരിച്ചത് സത്യ. പക്ഷെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ ഏട്ടനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അച്ഛൻ ജോലി അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ചെയ്യേണ്ടതെല്ലാം സൈലന്റ് ആയി ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നാ ഞങ്ങളെന്താ മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ചോ? അതുപോട്ടെ, എന്തിനാ ഇത്രയും ഡ്രാമ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഒരല്പം കൂടി ഇറങ്ങി ഒക്കെ എന്റെ ഇഷ്ടാണെന്ന് ഒരു വാക്ക് നിനക്ക് പറയായിരുന്നല്ലോ. ഞങ്ങള് വായും ചെവി മൂടിയിട്ടിരിക്കായിരുന്നല്ലോ. എന്താ എടുത്തി? അതെങ്ങനെയെല്ലാം അവളുടെ ഇഷ്ടത്തിന് നടക്കും? അമ്മായി ഞാനോ അവളോ? ഈ വീട്ടിലെ മുതിർന്നയാള് ഞാനോ അവളോ? ആ ചിന്ത എടുത്തിക്കുണ്ട്, പക്ഷേ ഇവൾക്കതില്ലല്ലോ. നോക്ക്, നീ എന്തു ചെയ്യുന്നു എനിക്കറിയണ്ട. നാളെ ആവുമ്പോ നിന്റെ അച്ഛൻ നമ്മുടെ ഓഫീസിലെ ജോലി വിട്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല.
പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ നിനക്ക്. നിന്റെ അച്ഛൻ നാളെ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളായി നിനക്കൊരു വിലയും കാണില്ല. സൂക്ഷിച്ചും കണ്ട് നടന്നോ. ആ എന്തിനാ എല്ലാ തവണയും എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? അയ്യ, ഏട്ടത്തി വസുവിന് വഴക്ക് പറഞ്ഞപ്പോ കാതില് തേന്മഴ പെയ്യായിരുന്നു. മനോഹര സംഗീതമായിരുന്നു. കണ്ണിൽ കൺമിഷ എഴുതിയതുപോലെ കണ്ണിന് കുളിർമയായിരുന്നു. എന്തൊക്കെയായാലും വസു വേദനിച്ച് നിൽക്കുമ്പോ അത് കാണുന്നൊരു ഫീല് വേറെയാ. ഇതെന്റെ ഷാജഹാന്റെ ചെങ്കോലല്ലേ? എന്റെ മജ്നു, എന്റെ ദേവദാസ്, എന്റെ റോമിയോ. നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി. എന്റെ കൺമുമ്പിൽ എപ്പോ വരും എന്റെ വാലന്റൈൻ? ആന്റി, ആന്റി, എന്താ? എന്തൊക്കെയോ ആലോചിക്കുകയാണല്ലോ. എന്റെ സ്വപ്ന രാജകുമാരനെ ഓർത്തതാ. സ്വപ്ന രാജകുമാരനോ? നിന്റെ അങ്കിളാ. അദ്ദേഹം മരിച്ചുപോയല്ലോ. ആ അങ്കിളല്ല, ഭാവി അങ്കിൾ. അതാരാണാവോ? ട്യൂഷൻ മാസ്റ്റർ. ട്യൂഷൻ മാസ്റ്റർ അങ്ങേര് നാട്ടിലേക്ക് പോയില്ലേ? അതെ, എന്റെ അമ്മായിയച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് കാണാൻ പോയതാ. നിങ്ങളുടെ അമ്മാവനോ? ട്യൂഷൻ മാസ്റ്റർ അച്ഛൻ. നിങ്ങളുടെ ചിന്തകളൊക്കെ ഒരുപാട് ദൂരം പോയതുപോലെ ഉണ്ടല്ലോ. ദാ നോക്ക്, പോയ ഉടനെ ഞങ്ങളുടെ കാര്യം സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളുടെ കാര്യോ? കല്യാണക്കാര്യം. ട്യൂഷൻ മാസ്റ്ററെ കല്യാണം കഴിക്കാൻ പോവാണോ? പിന്നെന്തിനാ എന്നെ സ്നേഹിക്കുന്നേ? അമ്മാവൻ 3 മാസമെങ്കിലും ഉണ്ടായിരുന്നു. മാസ്റ്റർ 3 ദിവസമെങ്കിലും ഉണ്ടാവുമെന്തോ. എന്താണ് നീ പറഞ്ഞേ? ട്യൂഷൻ മാസ്റ്ററിനെ കുറിച്ച് ഓർത്ത് ഞാനൊന്ന് ഫീൽ ആയതാ. തെറ്റ് തെറ്റ് തെറ്റ്. എന്റെ ലവറിനോർത്ത നീ എന്തിനാ ഫീൽ ചെയ്യുന്നേ? തെറ്റാ തെറ്റാ. അദ്ദേഹം നിനക്ക് ചിറ്റപ്പനാ. ഓഹോ, നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അദ്ദേഹത്തെ കാണാൻ തോന്നുന്നു. എപ്പോ വരുമോ എന്തോ. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാ മതിയായിരുന്നു. മോളെ, അദ്ദേഹത്തിന് ഫോൺ ചെയ്യോ? എന്റെ കയ്യിൽ ട്യൂഷൻ മാസ്റ്ററിന്റെ നമ്പർ ഇല്ലല്ലോ ആന്റി. എന്റെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ എപ്പോ വാങ്ങി? എപ്പോഴോ. ഇവിടെ അത് ഫീഡ് ചെയ്തിരിക്കുക. എന്റെ അമ്മോ, നിങ്ങൾക്ക് സാധാരണ ലവ് അല്ല ആന്റി, വയലന്റ് ലവാ. ആ, നമ്പർ പറഞ്ഞോളൂ. 98480. റിങ് പോകുന്നുണ്ടോ? എന്ത്? ഒന്ന് അടങ്ങ ആന്റി, കോള് കണക്ട് ആവണ്ടേ? എന്തായി? കോൾ എടുത്തോ? ഒന്ന് അടങ്ങ ആന്റി, നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ ആന്റി. ഒന്നുകൂടി വിളിക്ക്. വീണ്ടും വീണ്ടും വിളിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. കിട്ടിയോ? അടങ്ങ്.
എന്തു പറ്റിയടി? അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്ന ആന്റി. ഇനി എന്ത് ചെയ്യും? ആ, ഒരു കാര്യം ചെയ്യാം ആന്റി. എന്താ? ആന്റിയുടെ പ്രായത്തിലുള്ളവര് അന്നത്തെ കാലത്ത് ഹംസദൂതനെയോ പ്രാവിനെയോ ദൂതനായിട്ട് അയക്കുമായിരുന്നല്ലോ. ആന്റിയും അങ്ങനെയൊന്ന് ട്രൈ ചെയ്യ. ആന്റിയുടെ ലവറിന് പ്രാവിനെ ദൂതനായി അയക്ക്. ഓക്കെ അല്ലേ? ആ, എടി, ഇതൊക്കെ എന്റെ പ്രണയം കാണുമ്പോ അസൂയ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? നീ വിശ്വാസവഞ്ചന കാണിച്ചു. എന്നെ അനുസരിക്കുന്നതായി നടിച്ച് നീ എന്നെ വഞ്ചിച്ചു. നാളെ ആവുമ്പോ നിന്റെ അച്ഛൻ നമ്മുടെ ഓഫീസിലെ ജോലി വിട്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മ, അപ്പൂപ്പന്റെ ജോലിയെ പറ്റി മുത്തശ്ശി അമ്മമ്മയെ വഴക്ക് പറഞ്ഞോണ്ട് അമ്മയ്ക്ക് വിഷമായോ? ചെയ്യാത്ത തെറ്റിന് വഴക്ക് വാങ്ങിയതുകൊണ്ട് വിഷമം തോന്നുന്നുണ്ട് ഉണ്ണി. നമ്മുടെ അമ്മമ്മ അപ്പൂപ്പനും പ്രശ്നത്തിലാണോ? അതെ ഉണ്ണി. അച്ഛനന്ന് നഴ്സറി വിറ്റില്ലായിരുന്നോ? ഇപ്പൊ കാശില്ല. കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുക. നിന്റെ അച്ഛനോട് ചോദിച്ച് എന്റെ അച്ഛനൊരു ജോലി വാങ്ങിക്കൊടുക്കാന്നാ വിചാരിച്ച്. പക്ഷെ എനിക്ക് നിന്റെ അച്ഛനോട് ചോദിക്കാൻ പറ്റിയില്ല. അച്ഛന് ജോലി വാങ്ങിക്കൊടുക്കാൻ പാടില്ലെന്നോ നിന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞു. പക്ഷേ ഏട്ടൻ നിന്റെ അപ്പൂപ്പന് നമ്മുടെ ഓഫീസിലെ ജോലി വാങ്ങിക്കൊടുത്തു. ആ കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഉണ്ണി. ഞാൻ പറഞ്ഞിട്ടോ ഏട്ടൻ അച്ഛന് ജോലി വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞ് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടോണ്ടിരിക്കുക. ഇതൊട്ടും ശരിയല്ല അമ്മ. എല്ലാ തവണയും മുത്തശ്ശി എന്തിനാ അമ്മ തന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അമ്മ മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടല്ലേ? അമ്മയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഉണ്ണി. മുത്തശ്ശി വളരെ നല്ല ആളാ ഉണ്ണി. എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടാ ഏട്ടൻ അച്ഛന് ജോലി വാങ്ങിക്കൊടുത്തെന്നും മുത്തശ്ശിയുടെ വാക്ക് കേട്ടില്ലെന്നും പറഞ്ഞല്ലേ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. അത്രേ ഉള്ളൂ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും മുത്തശ്ശി എന്തിനാ അമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത്? മുതിർന്നവർ വഴക്ക് പറയുന്നത് തെറ്റൊന്നുമല്ല ഉണ്ണി. ഈ കാര്യം അച്ഛനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. അതേട്ടാ, ഏട്ടൻ എപ്പോഴാ വന്നത്? ഇപ്പൊ എങ്ങോട്ടേക്ക് പോകുന്നേ? അമ്മയുടെ റൂമിലേക്കാണോ? വേണ്ട ഏട്ടാ.